പേര് രഞ്ജിത്ത്, ജില്ല പാലക്കാട്, റാങ്ക് 68. ഇപ്പൊ എവിടെ വർക്ക് ചെയ്യണം? ഇപ്പൊ പാലക്കാട് കളക്ടറേറ്റിലാണ്. എത്ര വർഷം പഠിച്ചു എൽ ഡിക്ക് വേണ്ടിയിട്ട്? എൽ ഡിക്ക് വേണ്ടി മാത്രം, ബാക്കിയുള്ളതല്ല, എൽ ഡിക്ക് വേണ്ടി മാത്രം. എൽ ഡിക്ക് വേണ്ടിയിട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു 6-7 മാസം തന്നെ അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഇരുന്നിട്ടുണ്ടാവുള്ളൂ. എന്തൊക്കെയാ പഠിച്ചത്? എവിടെന്നാ സോഴ്സ് മെറ്റീരിയല്? സോഴ്സ് കൂടുതലും ടെലിഗ്രാം അങ്ങനെയുള്ള സോഴ്സുകളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഡെയിലി എടുക്കുമായിരുന്നു. ഡെയിലി എടുത്തിട്ട് അത് ആൻസർ ചെയ്യുമായിരുന്നു. ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും ചെയ്യുമായിരുന്നു. അത് ആൻസർ ചെയ്തിട്ട് അതിന്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഒക്കെ നോക്കുമായിരുന്നു. അത് വെച്ചിട്ടാണ് പിന്നെ അനലൈസ് ചെയ്തത്. അപ്പൊ നമുക്ക് ഏത് മേഖലയിലാണ് നമ്മൾ വീക്ക് എന്നുള്ള അറിയാൻ പറ്റുമല്ലോ. അത് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാന്ന് പറഞ്ഞ വെച്ചാ ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറല്ലേ, അല്ലാതെ മറ്റേ ഈ GK പാർട്ട് വേറെ, ഇംഗ്ലീഷ് വേറെ, മലയാളം അങ്ങനെയല്ലല്ലോ? അങ്ങനെയല്ല, ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ. അതായത് 100 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. 100 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് കൂടുതൽ ചെയ്തിരുന്നത്. പിന്നെ നമ്മള് തൊഴിൽ വാർത്തയിലും അങ്ങനെയുള്ള പ്രസിദ്ധീകരണങ്ങളിലൊക്കെ വരുമല്ലോ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, അതും ചെയ്യുമായിരുന്നു. അപ്പൊ അതിലൊരു കട്ട് ഓഫ് അവര് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിനുള്ളിൽ എത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. സമയം വെച്ചിട്ടാണോ ചെയ്തിട്ടുണ്ടായിരുന്നത്? അത് സമയം വെച്ചിട്ട് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതല്ലാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലാതെ ഏതൊക്കെ മെറ്റീരിയലാണ് യൂസ് ചെയ്തത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലാതെ ഞാൻ കൂടുതൽ ഈ ടെലിഗ്രാം എന്നൊക്കെ നമുക്ക് PDF-കളൊക്കെ കിട്ടുമല്ലോ പലതിന്റെയും, അതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് പ്രിന്റ് എടുക്കാൻ പറ്റുന്നതൊക്കെ കുറെയൊക്കെ പ്രിന്റ് എടുത്ത് വെച്ചിട്ട് പഠിക്കുമായിരുന്നു. ഈ എക്സാമിന് ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച മുമ്പുള്ള പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? അത് മൊത്തം ഒരു ഹറിബറി ആയിരുന്നു. എങ്കിലും നമുക്ക് ബാക്കിയുള്ളതൊക്കെ റിവിഷൻ, നമ്മൾ വീക്കായിട്ടുള്ള മേഖലകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ നോട്ട് ചെയ്ത് പോയിണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ. അതൊക്കെ ഒന്നും കൂടി റിവിഷൻ ചെയ്ത് വെച്ച്. ഡെയിലി റുട്ടീൻ, അതിന് 2 ആഴ്ച മുമ്പുള്ള ഡെയിലി റുട്ടീൻ എങ്ങനെയായിരുന്നു? എത്ര മണിയൊക്കെ പഠിക്കും, എന്ത് പഠിക്കും? അങ്ങനെ സമയമൊന്നും വെച്ചില്ലായിരുന്നു. നമുക്ക് കിട്ടുന്ന സമയം യൂസ് ചെയ്യായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. മാക്സിമം എത്ര മണിക്കൂർ ഇരിക്കുമായിരുന്നു? അങ്ങനെ സമയമൊന്നും പറയാൻ പറ്റില്ല സാർ. അത് മൊത്തം നമ്മൾ നോക്കുമായിരുന്നു. നമുക്ക് കിട്ടുന്ന സമയം, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ഇയർഫോണോ എന്തെങ്കിലും വെച്ച് ക്ലാസ് എന്തെങ്കിലും കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെയായിരുന്നു പരിപാടി. ശരി. അപ്പോൾ എക്സാമിന്റെ തലേ ദിവസവും അതിന്റെ 1-2 ദിവസം മുമ്പുള്ള ദിവസങ്ങൾ പഠിച്ചിരുന്നോ? ഒക്കെ നോക്കിയിരുന്നു. നമ്മൾ ഈ ഹോട്ട് ടോപ്പിക്സ് ആയിട്ടുള്ള കുറച്ച് മേഖലകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്നും കൂടി എടുത്ത് നോക്കിയിട്ട് പിന്നെ ലാസ്റ്റ് സമയമാകുമ്പോൾ കറണ്ട് അഫെയർ ഒക്കെ നന്നായി നോക്കുമായിരുന്നു. ഈ കറണ്ട് അഫെയർ എന്ന് പറഞ്ഞപ്പോഴാണ്, ഈ കറണ്ട് അഫെയറിന്റെ മെറ്റീരിയൽ എവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നോ? കറണ്ട് അഫെയറിന്റെ മെറ്റീരിയൽ നമ്മളെ PSC ബുള്ളറ്റിന്റെ പുറകുവശത്തെ ലാസ്റ്റ് ഒരു പേജ് ഉണ്ടോ കറണ്ട് അഫെയറിന് ആനുകാലികം എന്ന് പറഞ്ഞിട്ട്, അതായിരുന്നു കൂടുതൽ പഠിച്ചിരുന്നത്. എത്ര മാസം മുമ്പ് അല്ലെങ്കിൽ എത്ര വർഷം മുമ്പ് വരെയുള്ള കറണ്ട് അഫെയർ നോക്കി പോയതാ? ജസ്റ്റ് ഒരു 1-2 കൊല്ലം അതിന്റെ ഇടയിലുള്ളതിനെ നോക്കിയിരുന്നു. ലാസ്റ്റ് നോക്കിയത് കറണ്ട് അഫെയർ ആണ് അല്ലേ? അതെ, ലാസ്റ്റ് ആണ് കറണ്ട് അഫെയർ നോക്കിയിരുന്നത്. അത് ഒരു മാസത്തില് 2 ബുള്ളറ്റിനാണല്ലോ വരുന്നത്. അപ്പൊ ആ 2 ബുള്ളറ്റിന്റെയും വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ആകെ 2 പേജൊക്കെ വരത്തുള്ളൂ. അതായിരുന്നു കൂടുതലും നോക്കിയിരുന്നത്. അപ്പൊ ഈ കറണ്ട് അഫെയർ അല്ല, ഇംഗ്ലീഷും മാത്സും മലയാളം അതെങ്ങനെ പഠിച്ചേ? അത് ആദ്യ സമയങ്ങളിലൊക്കെ ഈ വൊക്കാബുലറി നമ്മൾ കുറച്ച് ഡെയിലി ഒരു 5-5 എണ്ണം വെച്ചിട്ട് പഠിച്ചു പോകുമായിരുന്നു. അപ്പൊ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വരെ. അതാണ് വൊക്കാബുലറിക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ എണ്ണമൊക്കെ നമുക്ക് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡെയിലി ചെയ്യുമല്ലോ, അതിൽ വരുമല്ലോ, അപ്പൊ എല്ലാ മേഖലയും കവറായി വരുന്നുണ്ടായിരുന്നു. മലയാളം അങ്ങനെ തന്നെയാണ്. ഈ പറഞ്ഞ മാതിരി വൊക്കാബുലറി കുറച്ച് പഠിക്കുമായിരുന്നു. ഒരു 5-5 എണ്ണം വെച്ചിട്ട് ഡെയിലി പഠിക്കുമായിരുന്നു. അത് വെച്ചിട്ട് ഈ എക്സാം പേപ്പറിന്റെ ഒപ്പം അതും കൂടി കവറായിട്ട് വരുമല്ലോ, അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്സ് ഡെയിലി ഒന്നും ചെയ്യില്ലായിരുന്നു, പക്ഷെ ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഉണ്ടാവും. പിന്നെ നമുക്ക് ഡെയിലി ആ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അറിയാലോ ഏത് മേഖലയിൽ നിന്നാണ് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നുകൊണ്ടിരിക്കുന്നത്. അത് വെച്ച് നോക്കുമായിരുന്നു, ആ ഒരു മേഖലകൾ നോക്കി പോവുമായിരുന്നു. മറ്റേ ഈ പഠന കാലയളവ് 6 മാസം 7 മാസം പറഞ്ഞില്ല, അതിന്റെ ഇടയ്ക്ക് എത്ര ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ട് ഏകദേശം? കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും ഏകദേശം
ഏകദേശം ഡെയിലി ചെയ്തിരുന്നു. കാരണം അതില് നമ്മൾ OMR ഷീറ്റ് വാങ്ങുമായിരുന്നു. അപ്പൊ അതില് ഡേറ്റ് എഴുതാനുള്ള സ്പേസ് ഉണ്ടാവും. അതിൽ കൃത്യമായിട്ട് ഡേറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഏകദേശം നോക്കുന്ന സമയത്ത് എല്ലാ ദിവസവും ഏകദേശം ചെയ്യുന്നുണ്ട്. ഇടയിൽ 1-2 ദിവസമൊക്കെ ചിലപ്പോൾ മിസ്സിങ് വരുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ചെയ്തു പോകുമായിരുന്നു. ഡെയിലി ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യല്ലേ? ഡെയിലി ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യും. അപ്പൊ നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത ഒരു ഫീല് കിട്ടുമല്ലോ. രഞ്ജിത്ത് എഴുതുമ്പോ പ്രിലിംസും മെയിൻസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ലല്ലോ. അപ്പൊ വ്യത്യാസം എങ്ങനെയായിരുന്നു? അത് നമുക്ക് പ്രിലിംസും മെയിൻസ് നമ്മളെന്തായാലും പ്രിലിംസ് ഒക്കെ ഒരുവിധം എല്ലാവരും ജസ്റ്റ് കുറച്ച് പഠിച്ച് അവർ ആവറേജ് പഠിക്കുന്നവർ എന്തായാലും പ്രിലിംസ് കടക്കും. അപ്പൊ അവര് മെയിൻ തന്നെ നോക്കിയാൽ മതി. മെയിൻ്റെ ആ ഒരു സിലബസിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് ചെയ്താൽ മതിയാവും. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സുഖമായിട്ട് പാസ്സാവാൻ പറ്റും. അപ്പൊ ഈ എന്താണ് എക്സാം ഹാളിൽ തൊട്ട് കയറുന്നതിന് മുമ്പ് എല്ലാ പ്രിപ്പറേഷനും വല്ലതും നടത്തിയിട്ടുണ്ടായിരുന്നു? അപ്പൊ നമ്മളിപ്പോ 1:30 കയറുന്നു. അപ്പൊ അതിനു മുമ്പ് ഇപ്പൊ ഒരു 12 മണിയാണ്. 12 മണിക്ക് ഒരാൾ കയറാൻ പോവാണ്, അല്ലെങ്കിൽ രഞ്ജിത്ത് കയറാൻ പോവാണ്, എന്താ ചെയ്യാ? ഞാൻ ആ സമയത്ത് എന്റെ ബാഗിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഉണ്ടാവും. ഞാൻ അതിൽ വെച്ചിട്ട് ഒന്ന് നോക്കും. നമ്മള് റിവൈസ് ചെയ്യുന്ന സമയത്ത് ഹോട്ട് ടോപ്പിക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ചിരിക്കുമല്ലോ. ഈ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണം? ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്ന മേഖലകൾ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള മേഖലകളൊക്കെ ഉണ്ടാവും. അത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ തന്നെ അതിൽ നിന്ന് മനസ്സിലാവും ഏതൊക്കെ മേഖലകളാണ് സ്ഥിരമായിട്ട് വരുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ കമ്മീഷൻസ് പറയുകയാണെങ്കിൽ വിവരാവകാശ കമ്മീഷനൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന ചോദ്യങ്ങൾ വരുന്ന മേഖലയാണല്ലോ. അങ്ങനെയുള്ള മേഖലകളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിന്റെയൊക്കെ ചെറിയ ഷോർട്ട് നോട്ട്സോ അങ്ങനെ വല്ലതൊക്കെ കയ്യിൽ കാണും. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തെടുക്കും. എക്സാം എഴുതി കഴിഞ്ഞപ്പോ തന്നെ മനസ്സിലായോ റാങ്ക് ഇത്ര വരുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് കേറാന്നുള്ള സംഭവങ്ങളൊക്കെ? അല്ല, അങ്ങനെ ഒന്നുമില്ലായിരുന്നു. ഇപ്പൊ ഇന്നത്തെ കാലത്ത് പോലെ ഒരു റാങ്ക് ഹോൾഡർ അസോസിയേഷൻ അങ്ങനെയുള്ള സംവിധാനമൊന്നും അവിടെ ഇല്ലായിരുന്നു. നമുക്ക് അറിയില്ലായിരുന്നു. ലിസ്റ്റിൽ ഉണ്ടാവും എന്നുള്ള അറിയായിരുന്നു. പക്ഷെ എത്ര റാങ്ക് വരുന്നുള്ള അങ്ങനെ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. ഏകദേശം 100ന്റെ ഉള്ളിൽ വരുന്ന ഒന്നും ഇതുണ്ടായിരുന്നില്ല അല്ലെ? 100ന്റെ ഉള്ളിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ വരും എന്നുള്ള ഉറപ്പില്ലായിരുന്നു. ആഗ്രഹിച്ച പോലെ വന്നല്ലോ. അതെ. ഓക്കെ. ഇനി വേറെ എന്തെങ്കിലും പഠിത്തം അല്ലാതെ വേറെ എന്തെങ്കിലും എക്സ്റ്റേണൽ ആയിട്ട് പിള്ളേർ ചെയ്യേണ്ടി വരും, അങ്ങനെ വല്ലതും ഉണ്ടോ? അതായത് ഇപ്പൊ നമ്മളിപ്പോ ഉറക്കം അല്ലെങ്കിൽ ഭക്ഷണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങള്? അങ്ങനെ ഒന്നും ഞാൻ സ്പെഷ്യലായിട്ടൊന്നും ചെയ്തിരുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ചിലവര് ടൂർ പോകുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ അത് അങ്ങനെയുള്ള ഒഴിവാക്കൊന്നും വേണ്ട. അതൊക്കെ അതിന്റെ ഭാഗമായിട്ട് തന്നെ പോകണം. പക്ഷെ അതിന് മാത്രമായിട്ട് നിൽക്കാനും പാടില്ല. ഒരു ലിമിറ്റ് വെച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു മാസം കൊണ്ട് എക്സാം എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 1.5 മാസം. ഇപ്പൊ ഒരു കുട്ടി പഠിക്കാൻ തുടങ്ങുകയാണ്, കിട്ടുമൊക്കെ ചെയ്യും. ആ ഒരു നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ. കുറച്ചെണ്ണം ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ ഒരു ടോപ്പിക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ടോപ്പിക്ക് മാത്രം നോക്കിയാലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. മെത്തേഡ് വല്ലതും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അതോ എല്ലാം അറിയണ ക്വസ്റ്റ്യൻ ആയിരുന്നോ? അതോ ഗസ് അടിച്ചിട്ടുണ്ടായിരുന്നോ? ഗസ് അടിക്കാൻ പറ്റും നമുക്ക്. ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് വൈസ് ടെക്നിക്കൊക്കെ ഉള്ളതുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ വരുന്ന ആ സമയത്ത് നമുക്ക് ഒന്നില്ലെങ്കിൽ അവർ ശരിയായത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് അറിയും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് അറിയുമെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമല്ലോ. അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ. എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ട്. അതെ. അപ്പോ ഈ കറണ്ട് അഫയേഴ്സ് നമുക്കിപ്പോ ഉറപ്പില്ലാത്തൊരു സംഭവം വരുമ്പോ അത് വിടുമായിരുന്നോ അതോ ഗസ് അടിക്കുമായിരുന്നോ? കറണ്ട് അഫയർ എനിക്ക് ഉറപ്പില്ലാത്ത സംഭവമൊന്നും ഞാൻ എഴുതാറില്ല. കാരണം എനിക്ക് അറിയില്ല. കാരണം അതിന്റെ ഓപ്ഷനൊക്കെ നമ്മളെ കൺഫ്യൂസ് ആക്കുന്ന ഓപ്ഷൻ ആയിരിക്കും കൂടുതലും കറണ്ട് അഫയറിന്. അപ്പൊ ഞാൻ അങ്ങനത്തെ വരുന്നതൊക്കെ ഞാൻ സാധാരണ വീട് തന്നെയാണ് പതിവ്. എഴുതി പഠിച്ച വല്ല സംഭവങ്ങളുണ്ടോ? അതായത് എഴുതി പഠിച്ചത്, കേക്ക് അല്ലാതെ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ ക്ലാസ് അതല്ലാതെ എഴുതി പഠിച്ച? അങ്ങനെ എഴുതി പഠിച്ചായിട്ടൊന്നും ഓർമ്മയൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് വൊക്കാബുലറിയും കൂടി എഴുതായിരുന്നു. പക്ഷെ എന്റെ ഒരു സാഹചര്യം വെച്ച് എനിക്ക് എഴുതാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് എഴുതാതിരുന്നു. ചിലവർ എഴുതി പഠിക്കുന്നുണ്ട്, അത് യൂസ്ഫുൾ ആയിരിക്കും. നല്ലൊരു സംഭവമാണല്ലേ. അതെ. ഓക്കെ. വേറെ എന്തെങ്കിലും പിള്ളേരെ ടിപ്സ് ചോദിക്കണം, 1 മാസം കഴിഞ്ഞിട്ടാണ് എക്സാം, എന്താ ടിപ്സ് കൊടുക്കുക? അത് ഇതന്നെ, നമുക്ക് സിലബസ് മൊത്തം എടുത്ത് നോക്കിയിട്ട് നമുക്ക് കുറച്ച് പഠിച്ച് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഏരിയ കണ്ടുപിടിച്ചിട്ട് അത് പഠിക്കുക.
ആ ഏരിയ കിട്ടണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. പിന്നെ സിലബസ് ഈച്ച് വാക്കുകൾ നമ്മൾ അരിച്ചു പെറുക്കി ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് പഴയതുപോലെ തന്നെ കൂടുതലായിരിക്കും അല്ലേ? എന്തായാലും വരുമായിരിക്കും. ഇപ്പൊ എല്ലാ LGS പരീക്ഷകൾക്ക് പോലും സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്. എന്തായാലും LDക്കും വരും അല്ലേ? അപ്പൊ അത് LDക്കും വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും താങ്ക് യു. ഓക്കെ.